അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ബൈ. എന്തുവാ ഇവിടെ പ്രശ്നം? ശർക്കര കരിഞ്ഞു പോയി. എന്തുവാ കരിയാൻ കാരണം? മറന്നുപോയി. അപ്പം നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കണം നെയ്യപ്പം. ഇതുകൊണ്ടോ? പറ്റില്ല. ഇതുകൊണ്ട് പറ്റില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ ഈ അവസര നിമിഷത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന് നമ്മൾ അങ്ങ് ഇറക്കി വെക്കുന്നു. അടുത്തത് നമ്മൾ കയറ്റി വെക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം നെയ്യപ്പം. അപ്പോൾ എൻ്റെ കുഞ്ഞു അടുക്കളയിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സൗകര്യം നെഹിഹേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചാലാണ് ക്യാമറ ക്ലിയറുള്ളൂ. ലൈറ്റ് അവിടെ നിന്ന്, ലൈറ്റിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങോട്ടെടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല, മങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയാണ് വീഡിയോ നമ്മൾ എടുക്കേണ്ടത്, എന്നാലേ ക്ലിയർ ഇട്ടുള്ളൂ. അവിടെ നിന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കൊച്ചു സ്ഥലത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ പോവാണേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാനാണ് വന്നത്. ഞാൻ പല വട്ടങ്ങളായിട്ട് അപ്പോൾ ക്യാമറ ക്ലിയർ കമ്മിയാണെന്ന് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് അടുക്കളയിൽ നിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച സ്ഥിതിക്കും ഞാൻ വിചാരിച്ചു ഇത്ര ക്ലിയർ മതി, എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് മനസ്സിലാവുമല്ലോ. ലൈറ്റിൻ്റെ പ്രശ്നത്താലുള്ള ക്ലിയർ കമ്മിയാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ വീഡിയോയിലേക്കാണ് നിങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഞാൻ ഇതിന് മുമ്പൊക്കെ ഐറ്റം ചെയ്തിട്ടുള്ളതാണ്. എന്നാലും കണ്ടവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി നെയ്യപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ശർക്കര നമ്മൾ കരിച്ചു വെച്ചു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അത് കരിഞ്ഞു പോയി. അടുത്ത ശർക്കര പൂത്തും പോയി. എന്ത് ചെയ്യും? പൂത്ത ശർക്കര നമ്മൾ കഴുകിയെടുക്കാം. ഇതൊന്നും അറിയില്ല, ഒരു വെളുത്ത കളർ ഇതിന് മേലെ വന്നു. ഫ്രിഡ്ജിലായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ഉണ്ട്. എന്നാലും ഞാനിത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാമേ. കഴുകട്ടെ. ശർക്കര പാനിയും ഉരുക്കിയെടുക്കാം. ശർക്കര അവിടെ ഉരുകി മറയുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് അടുത്തിട്ട് നമുക്ക് ഐറ്റങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഒരു ഇഞ്ചി കഷ്ണമാണ് മിക്സിൻ്റെ ജാറിൽ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഞ്ചി കഷ്ണം, 2 പട്ട കഷ്ണം, 2 പട്ടക്കയുടെ കഷ്ണം, 2-3 ഏലക്കായ. ഇതൊക്കെയാണ് മിക്സിൻ്റെ ജാറിൽ ഇടേണ്ടത്. അടിപൊളി നെയ്യപ്പല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കണം നല്ല ജീരകം. നല്ല ജീരകം നെയ്യപ്പത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു ഐറ്റമാണ്. അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കണേ. ലൈവ് വീഡിയോ ഞാൻ ഇന്ന് ചെയ്യണില്ല എന്ന് വിചാരിച്ച് നാളെ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല ജീരകം അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക്, എനിക്കിഷ്ടം കേട്ടോ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ്. അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർത്തെടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നെയ്യപ്പത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത, ശർക്കരയെ ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഉപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ചാടി ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തെടുക്കുക. ഉപ്പ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് അവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അവിടെയൊക്കെ എന്താ പറയുക, ചെറിയ കുഞ്ഞു അടുക്കളയിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിച്ചുണ്ടാകാനൊന്നും ഇപ്പോൾ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യുന്നത്. ഉള്ള സൗകര്യത്തിലുള്ള പോലെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തൊരു പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തുള്ള അരിയാണ് നമ്മൾ ഇതിൽ ഇട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറ് ഇങ്ങനെ സാഹസികമായിട്ട് പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് കേട്ടോ കുറേ ഒന്നും ഇടുന്നില്ല, ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഇട്ടിട്ട് കാര്യമില്ല. രാവിലെ അപ്പത്തിന് അരി അരക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിനി. അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല രാവിലത്തെ സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നെയ്യപ്പം കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും, ഇങ്ങൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുത്തു എന്നാണ് പറഞ്ഞു തന്നെ. ലൈവിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടാകും. ഇന്നിപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാൻ തോന്നിയിട്ടില്ല. തോന്നുകയാണെങ്കിൽ ചെയ്യും അത്ര. നമ്മൾ ലാസ്റ്റായിട്ട് നാളികേരം ചേർത്ത് കൊടുക്കുക. ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക തരം ടേസ്റ്റ് നെയ്യപ്പത്തിന് ഉണ്ടാവുക. അപ്പോൾ തന്നെ നമ്മൾ ശർക്കര പാനീയം ഉരുകിയിട്ടുണ്ടാവുമെന്ന് നോക്കാം. ശർക്കര പാനീയം ഉരുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ചേർക്കല്ല. ശർക്കര പാനീയം നമ്മൾ ആദ്യം ചേർക്കേണ്ട. അത് ഉരുകി വന്നോട്ടെ. അതുവരേക്കും നമുക്ക് ഇതിലേക്ക് പാകത്തിൽ വെള്ളം ചേർത്തിട്ട് കുറുക്ക് പരുവത്തിൽ അരച്ചെടുക്കാം. വെള്ളം ചേർത്തെടുക്കണം കേട്ടോ. പറഞ്ഞത് കുപ്പിയിൽ നിറച്ച് അയലോക്കത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നാണ് കുറെ വസ്തുവാസി. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുറുക്ക് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണേ. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അന്നാണ് ഞാൻ കാണിച്ചു. അപ്പോൾ മിക്സി ജാറെന്ന് അറിയുന്ന അരിയിട്ടെടുക്കും. തേങ്ങ ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ നെയ്യപ്പത്തിനുണ്ടാവുക. അതുകൊണ്ടാണ് തേങ്ങ ഇട്ടത്. നമ്മൾ മിക്സിൻ്റെ ജാറിൻ്റെ മൂടിയിട്ടിട്ട് നമ്മൾ എന്താക്കാം, അടച്ച് വെച്ചിട്ട് നമുക്ക് അരക്കാൻ കൊണ്ടുപോകാമേ. കയ്യൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പോൾ ഓക്കെ, ശർക്കര പാനി അവിടെ ഉരുകണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അരക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശർക്കര പാനീയം നല്ല പരുവത്തിൽ ഉരുകിയല്ല, അരി നല്ല പരുവത്തിൽ അരഞ്ഞു കിട്ടും ചെയ്യും. ശർക്കര പാനീയം നല്ല കുറുക്ക് പരുവത്തിൽ ഉരുക്കിയെടുത്താൽ മിക്സിൻ്റെ ചാർക്ക് ഒഴിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. എന്താ പറയുക, ശർക്കര പാനീയം ചെറുതായിട്ട് ചൂടാറണം, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാനുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ശർക്കര പാനീയത്തിൽ നമ്മൾ മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് മിക്സി കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത മുൻനിർത്തി കണ്ടുകൊണ്ടാണ് നമ്മൾ
ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ക്യാമറയ്ക്ക് നോക്കണം, എങ്ങോട്ടാണ് നോക്കണമെന്ന് എനിക്കറിയില്ല. അതിൽ നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറ പടയണം, അതുകൊണ്ട് ഇങ്ങോട്ടാണ് നമ്മൾ നോക്കണ്ട. അപ്പം ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖം കാണില്ല, അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ശർക്കര പാനി ഉരുകി കഴിഞ്ഞ് ഈ നിമിഷത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ശർക്കര പാനീയം നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒഴിക്കണം ജാറിലേക്ക്. ഉരുകിയിട്ടുണ്ട്. ഇതും കൂടി കുറേ നേരം ഉരുക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പം ശർക്കര പാനീയത്തിന് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കുറുക്ക് പരുവത്തിൽ ആക്കിയെടുക്കുകയാണ് നല്ലത്. നല്ല മിക്സിൻ്റെ ജാറിൽ എത്തുമ്പോൾ കറക്റ്റ് പരുവായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാറ്റാം. അപ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ വെച്ചാലോ? ചട്ടിയിൽ വെക്കാം. വേഗം ആ ചടങ്ങിലേക്ക് പോകും, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുക്കുന്നത്. നേരെ ചട്ടിയിലേക്ക് പോകാം. ചട്ടിയുടെ കയ്യിലൊന്ന് മാറ്റിയെടുക്കാം. കയ്യിൽ മിക്സിൻ്റെ ജാറക്കനെ വെക്കട്ടോ, കാരണം കയ്യിലൊരു ശർക്കര പനിയുണ്ട്. അപ്പോൾ നമുക്ക് ജാറിലേക്ക് വെക്കാമെന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. കുറേ അല്ല കേട്ടോ, ആദ്യം കുറച്ച് ശർക്കര കേടായിപ്പോയി, പിന്നെ കുറച്ച് ശർക്കര ഇതായിപ്പോയി, അതുകൊണ്ടുള്ളതുകൊണ്ട് ഉണ്ടാക്കണേ. നമുക്ക് അരച്ചിട്ടാണ്. അപ്പോൾ നമ്മളത് ചട്ടി ചൂടാവും ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. കയ്യിലൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. ശർക്കരയിലൊന്നുമില്ല കേട്ടോ, ഞാൻ നോക്കി. അപ്പോൾ ഒന്നുമില്ലാത്തപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ പോയില്ല. അരച്ചാൽ കിട്ടില്ല. കാരണം എന്താണ്, നമ്മൾ കുറുക്ക് പരുവത്തിലായതുകൊണ്ട് അരിച്ചാൽ കിട്ടാൻ സാധ്യത. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ്. നമ്മൾ മിക്സാക്കിയ സാധനം നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ചാൽ പോകണേ. അയ്യോ, അവിടെ സാഹസികമായിട്ടാണ് കേട്ടോ ഇത് കൊടുക്കണം. ആ ശർക്കര വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശർക്കര വിടല്ല, അതുകൊണ്ടാണ്. കാരണം മറ്റേ കരിഞ്ഞ ശർക്കരയിൽ പോയി തോണ്ടിയെടുത്താൽ ടേസ്റ്റ് മാറിപ്പോകുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ടേസ്റ്റ് മാറ്റാൻ പറ്റില്ല. ഇതിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇതുള്ള പരുവത്തിലപ്പോൾ ഇത് കിടക്കുന്നത്. ഇതിക്ക് വേണമെങ്കിൽ ഒരു തുള്ളി മൈദപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് നോക്കിയിട്ടിടാം. ഇപ്പം തന്നെ ഇടണമെന്നില്ല. എനിക്ക് ചെറുതായിട്ടൊരു തോന്നൽ ഉണ്ട്, വെള്ളം അറിയണമെന്ന് ചെറുതായിട്ട്. കാരണം നമ്മൾ അരി അങ്ങനെ അരച്ചെടുത്തല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്തോട്ടെ. കുറച്ച് കയ്യൊന്ന് കേൾക്കണം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ടൈറ്റ് ആവും. പക്ഷേ എനിക്ക് ഇപ്പം തന്നെ ചുടണം എന്നുള്ള ഇതായതുകൊണ്ട് ചിലപ്പോൾ ഇത് റെഡി ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് മൈദ ഇട്ടെടുത്തത്. നല്ല ഇളക്കി കൊടുക്കുക. ശർക്കര പാനീയം കണ്ടിട്ട് മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. എന്ത് ചെയ്യാനാ, കരഞ്ഞു വാളിസായിപ്പോയി. മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തുറക്കാനും കൂടി കിട്ടില്ല. ആ കുളത്തിൽ കരിഞ്ഞു, സാരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഉണ്ടാക്കിയത്. നല്ലത് നമുക്ക് ചൂടാം. എന്തതിനായാലും നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരികയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ടെൻഷനായി കരഞ്ഞുകൊണ്ടിരുന്ന് ആ മാവ് വേസ്റ്റായി പോയല്ലോ എന്ന് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കാതെ അടുത്ത മാവ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് കലക്കൽ ഒഴിച്ചാൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടേ വെയിറ്റിങ്ങിൻ്റെ വീഡിയോയിലില്ല. വെയിറ്റിങ്ങില്ല, നേരെ നമ്മൾ ഒഴിച്ചാൽ പോകും. തീ പറ്റ കുറച്ചിടാം. ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കണം കേട്ടോ. രണ്ടിളക്കൽ ഇളക്കണം. ഒഴിച്ചാൽ ബിസ്മില്ലാതെ എന്തെങ്കിലും ആയി കിട്ടിയല്ലോ. അപ്പോൾ ഒന്ന് തിരിച്ചിടാം. നല്ല പൂർത്തുണ്ട് മതി. തീ പറ്റ കുറച്ചിട്ടാണ് കേട്ടോ, എന്നാലും നല്ല ചൂടായിട്ടുള്ളത്. പോരാ അടുത്തത് ഒഴിച്ച് പിന്നെ ഇളക്കുക, പിന്നെ ഒഴിച്ച് പിന്നെ ഇളക്കുക. ഓരോ ഇടത്തുനിന്നും ഓരോ ഇതിനും നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. മാവ് റസ്റ്റിനൊന്നും വെക്കാതെ ഉണ്ടാക്കിയതാണേ. നമ്മൾ തീയൊന്ന് കൂട്ടും കേട്ടോ. എണ്ണ പൊരിക്കണ സാധനം ഉണ്ടാക്കണം നമ്മൾ. തീ ഫുള്ളിലിട്ട് വറുത്ത് കോരണം എന്നാണ് പറയാറുള്ളത്. ഇതെങ്ങനെ ഉണ്ട് നോക്കിയാലോ. നമുക്ക് ചൂടാണ്, അപ്പോൾ തന്നെ നോക്കണം. ചൂടുണ്ട് പുള്ള. വീഡിയോ ലോങ് ആയി പോകും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കുട്ടികൾ ചായക്കടി കടയിൽ നിന്ന് വാങ്ങിപ്പോരും.
എപ്പോഴും ഇങ്ങനെ കടയിൽ പോയി തിന്നുന്നുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ബേക്കറി കരട്ട് വാങ്ങാം. ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് മനസ്സിലായില്ല. ഇത് ഒന്നും കൂടി കോരിയിട്ട് ഞാൻ ലൈവിൽ വീഡിയോ ഇടാൻ പോവാണ്. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. സി യു. ബൈ ബൈ. അത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്നെടുക്കാം, വെക്കാം, ഒളിച്ച് വെക്കാം. ചൂടാട്ടോ. വളരെ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നൊക്കെയാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ബൈ.